നിങ്ങളിൽ ചിലരെങ്കിലും വിശുദ്ധനാട് സന്ദർശിച്ചിട്ടുള്ളവരായിരിക്കും. ചിലർ ഇപ്പോഴും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും. കൊറോണയും യുദ്ധ സാഹചര്യങ്ങളും ഒത്തിരി പേരുടെ ആഗ്രഹത്തെ തടസ്സപ്പെടുത്തിയെന്നും അറിയാം. നിങ്ങളുടെ ആഗ്രഹം വേഗം സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ഇസ്രായേൽ സന്ദർശിക്കുന്ന തീർത്ഥാടകരാരും തന്നെ സന്ദർശിക്കാനിടയില്ലാത്ത ഒരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇന്നും നാളെയുമായി 2 വീഡിയോകളിലായിട്ടായിരിക്കും ഈ സ്ഥലത്തെ പരിചയപ്പെടുത്തുക. ഐൻ അവ്ദാത്ത് ഇസ്രായേലിലെ നെഗവ് മരുഭൂമിയിലുള്ള ഒരു മനോഹരമായ മലയിടുക്കും ഒരു മരുപ്പച്ചയുമാണ്. കിബൂത്സ് സെദേബോക്കറിന് തെക്കായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വരണ്ട മരുഭൂമിയുടെ പശ്ചാത്തലത്തിൽ സമൃദ്ധമായ പച്ചപ്പും സ്വാഭാവിക നീരുറവകളും വെള്ളച്ചാട്ടങ്ങളും തടാകങ്ങളും നിറഞ്ഞ ഐൻ അവ്ദാത്ത് ഒരു അത്ഭുതകരമായ കാഴ്ചയാണ്. മരുഭൂമിയിലെ ഈ പച്ചപ്പ് ഒരു വിസ്മയം പോലെ അനുഭവപ്പെടുന്നു. കുത്തനെയുള്ള ചുണ്ണാമ്പുകൾ പാറക്കെട്ടുകളും ആഴത്തിലുള്ള മലയിടുക്കുകളും കാലക്രമേണ ജലമൊഴുക്കി ഉണ്ടാക്കിയ മനോഹരമായ രൂപങ്ങളും ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. മലയിടുക്കിൻ്റെ തെക്കേ അറ്റത്തുള്ള നിരവധി നീരുറവകളിൽ നിന്നുള്ള ജലം താഴേക്ക് ഒഴുകി ആഴത്തിലുള്ള തടാകങ്ങൾ സൃഷ്ടിക്കുന്നു. 15 മീറ്റർ ഉയരമുള്ള വെള്ളച്ചാട്ടം ഒരു പ്രധാന ആകർഷണമാണ്. ഉപ്പുരസത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള യൂഫർട്ടിസ് പോപ്ലർ മരങ്ങൾ, അദ്രിപ്ലക്സ് പോലുള്ള സസ്യങ്ങൾ ഇവിടെ വളരുന്നു. കൂടാതെ വിവിധ ഇനം പായലുകളും പന്നൽ ചെടികളും നനവാർന്ന പാറക്കെട്ടുകളിൽ കാണാം. നൂബിയൻ ഐബെക്സ് ഒരുതരം കാട്ടാടുകളാണ്. മണലെലികൾ, കുറുക്കന്മാർ, ചെന്നായ്ക്കൾ, കഴുകന്മാർ തുടങ്ങിയ വിവിധ ഇനം ജീവികളുടെ ആവാസകേന്ദ്രം കൂടിയാണ് ഈ പ്രദേശം. മനോഹരമായ പ്രകൃതിയും ചരിത്രപരമായ അവശിഷ്ടങ്ങളും കാരണം ഐൻ അവ്ദാത്ത് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഹൈക്കിങ്ങിനും പ്രകൃതി ആസ്വദിക്കുന്നതിനും ഇത് അനുയോജ്യമായ സ്ഥലമാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെയുള്ള എറോഷൻ പ്രക്രിയയിലൂടെ ഭാഗമായി രൂപം കൊണ്ട ഈ മലയിടുക്ക് ഭൂമിശാസ്ത്രപരമായ പഠനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. 4-ാം നൂറ്റാണ്ടിൽ നബാത്തയന്മാരാണ് അവ്ദാത്ത് സ്ഥാപിച്ചത്. തുടക്കത്തിൽ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ഗാസ നഗരത്തിലേക്കും മെഡിറ്ററേനിയൻ കടൽ തീരത്തേക്കും നീണ്ടുകിടക്കുന്ന പുരാതന വാണിജ്യപാതയായ നബത്തയൻ സുഗന്ധ വ്യഞ്ജന പാതയിലെ ഒരു ഇടത്താവളമായിരുന്നു ഇത്. പ്രധാനമായും സുഗന്ധവ്യഞ്ജനങ്ങളും കുന്തിരിക്കവും വഹിച്ചിരുന്ന ഒട്ടകയാത്രികരെ ഈ പാതകൾ സഹായിച്ചു. 1-ാം നൂറ്റാണ്ട് BC-യിൽ ഒബോദാസ് 2-ാമൻ രാജാവിൻ്റെ ഭരണകാലത്ത് ഈ നഗരം വികസിച്ചത്. 1-ാം നൂറ്റാണ്ട് AD-യുടെ അവസാനത്തോടെ നഗരവാസികൾ അവരുടെ പ്രധാന ഉപജീവനമാർഗമായി കൃഷിയിലേക്ക് തിരിഞ്ഞു. ഈ കാലഘട്ടത്തിലെ ഒരു ലിഖിതം ഈ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നബാത്തിയൻ രാജാവായ റാബേൽ 2-ാമനെ കുറിച്ച് പറയുന്നു. തൻ്റെ ജനതയുടെ പുനരുദ്ധാനകനും രക്ഷകനും എന്ന് അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നു. റോമാക്കാരുടെ ശക്തമായ സമ്മർദ്ദത്തിൽ നബത്തയൻ സമ്പദ് വ്യവസ്ഥ തകർന്നതിനെ തുടർന്ന് അദ്ദേഹം കൃഷിയുടെയും കന്നുകാലി വളർത്തലിൻ്റെയും വികസനത്തിന് അടിത്തറയിട്ടു. 106 AD-യിൽ രാജാവ് മരിച്ചതിന് ശേഷം അവ്ദാത്ത് റോമൻ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും വികസനം തുടരുകയും ചെയ്തു. പിന്നീട് 4 മുതൽ 7 നൂറ്റാണ്ടുകൾ വരെ ബൈസൻ്റൈൻ കാലഘട്ടമാണ്. ഇത് അതിൻ്റെ ഏറ്റവും വലിയ അഭിവൃദ്ധിയിൽ എത്തിച്ച കാലഘട്ടം. നഗരവാസികൾ ക്രിസ്തുമതം സ്വീകരിക്കുകയും മനോഹരമായ പള്ളികൾ നിർമ്മിക്കുകയും തീവ്രമായ കൃഷി വികസിപ്പിക്കുകയും ജലസംഭരണ സംവിധാനങ്ങൾ നിർമ്മിക്കുകയും മലഞ്ചെരുവിൽ നിരവധി ഗുഹകൾ കുഴിക്കുകയും ചെയ്തു. ഈ ഗുഹകൾ പ്രധാനമായും കൃഷി ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്നതിനും സംസ്കരിക്കുന്നതിനുമുള്ള തൊഴിൽശാലകളും സംഭരണ മുറികളുമായിരുന്നു. ബൈസൻ്റൈൻ കാലഘട്ടത്തിൻ്റെ അവസാനത്തോടെ നഗരത്തിലെ സുരക്ഷാസ്ഥിതി മോശമായി. ഏകദേശം 630-ൽ ശക്തമായ ഭൂകമ്പത്തിൽ നഗരത്തിന് നാശനഷ്ടം സംഭവിച്ചു. അതിനുശേഷം 636-ൽ ഈ പ്രദേശം അറബ് ഗോത്രങ്ങൾ കീഴടക്കി. ഈ 2 ഘടകങ്ങളും ഒരുമിച്ച് അതിൻ്റെ വിധി നിർണ്ണയിക്കുകയും നഗരം ഉപേക്ഷിക്കുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിലാണ് നഗരത്തെക്കുറിച്ചുള്ള ആധുനിക പുരാവസ്തു പഠനം ആരംഭിച്ചത്. 1870-ൽ പാൽമർ എന്ന ഗവേഷകൻ ഈ സ്ഥലം തിരിച്ചറിയുകയും അത്
ഔദാത്ത് നഗരമാണെന്ന് നിർണ്ണയിക്കുകയും ചെയ്തു. 1958 ഹീബ്രു യൂണിവേഴ്സിറ്റി ഓഫ് ജെറുസലേമിലെ മൈക്കിൾ ആവിയോനയുടെയും അബ്രാഹാം നെഗവിൻ്റെയും കീഴിൽ ചിട്ടയായ പുരാവസ്തു ഖനനം ആരംഭിച്ചു. 1970-കളിൽ ഈ സ്ഥലത്ത് കൂടുതൽ ഖനനങ്ങൾ നടത്തി. 1950-കളിൽ പുരാതന കൃഷിരീതികളും ജലം സംഭരിക്കുന്നതിനുള്ള വഴികളും പുനർനിർമ്മിക്കാൻ ശ്രമിച്ചുകൊണ്ട് നഗരം ഒരു കാർഷിക ഫാം സ്ഥാപിച്ചു.